ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് ഒന്നുമല്ല, എങ്ങനെയാണ് പെട്ടെന്ന് ഞണ്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, അധികം പ്രയാസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ എങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ മേടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഇതുപോലെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട്, നമ്മൾ യൂസ് ചെയ്തതല്ല, നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ ഒരു ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകാം, അതിൻ്റെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി. ഈ ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ പൂപ്പലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പുറകുവശം ഇതുപോലെ ഒന്ന് പൊക്കി കഴിയുമ്പോൾ ഇതുപോലെ ആവും. എന്നിട്ട് നമ്മൾ ഈ അടിഭാഗത്തും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇതപ്പോൾ നമ്മൾ നല്ലതുപോലെ 3 ഞണ്ട് നല്ലതുപോലെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൈപ്പിലെ വെള്ളത്തിൽ നമുക്കൊരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഞണ്ടിൻ്റെ അഴുക്കെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഞണ്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ആ ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ആ മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് കിടന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് കഴുകി, അതിനകത്ത് എന്തെങ്കിലും അഴുക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു 5-10 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യല്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിങ്ങനെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ വലിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പോരും. ഇതുപോലെ കളയാം. അതുപോലെ നമുക്ക് ഈ ഓരോ കാലും ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി കാലിൻ്റെ ഈ ഭാഗം നമുക്ക് വേണ്ട, ഇതിനകത്ത് ദശയുള്ളതൊന്നുമല്ല. അപ്പം നമുക്കതങ്ങ് ഒടിച്ചെടുത്ത് കളയാം. നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള കാല് നമുക്ക് എടുക്കാം. ഇനി നമുക്കുള്ളത് നല്ല ലെങ്തായിട്ടുള്ള ദശയുള്ള നല്ല വലിയ കാലാണ്. അത് നമുക്കിതുപോലെ തന്നെ ഒടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോരും. ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടൊന്ന് ബാക്കോട്ട് ആക്കിയാൽ മതി. കണ്ടില്ലേ, പെട്ടെന്ന് പോരും. അതുപോലെ തന്നെ ഇത് നമുക്ക് 2ആക്കി മുറിക്കാം. ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇനി മുള്ള് കട്ട് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നല്ല മൂർച്ചയുള്ളൊരു കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതല്ല ഇങ്ങനെ തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. ഇങ്ങനെ പിടിച്ചോടിക്കാതെ തിരിച്ച് പിടിച്ചിട്ട് ഒടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കളയുന്നില്ല, ഇതിങ്ങനെ തന്നെ എടുക്കാൻ പോവാണ്.
ഇനിയുള്ളത് നമുക്ക് ഈ ഒരു പോർഷനാണ്. നമ്മൾ എടുക്കുമ്പോൾ ഈ ചെറിയ മുള്ളൊക്കെ ഒന്ന് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് എടുത്ത് കളയാം. ഞണ്ട് കട്ട് ചെയ്തെടുക്കാൻ പിച്ചാത്തിയോ കത്രികയുടെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതെടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഭാഗം, ഈ ഞണ്ടിൻ്റെ ഈ പുറന്തോട് നമുക്കൊന്ന് മേപ്പോട്ട് ഈ നടുക്ക് പിടിച്ചിട്ട് ഒന്ന് വലിച്ചാൽ മതി. അപ്പം തന്നെ ഇത് ഇളകിപ്പോരും. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് വലിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ചെറിയ വേസ്റ്റൊക്കെ നമുക്ക് എടുത്ത് കളയാം. ചിലവർ ഇതെടുത്ത് കളയും, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിതെടുത്ത് കളയുന്നില്ല, ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഒടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഞണ്ട് നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തോട് പൊളിച്ചതിൽ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല. ഇത് പൂവാണ്, പക്ഷേ ഇത് നല്ല മഞ്ഞ കളറാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷേ ഇതിപ്പോൾ നമ്മളിത് എടുക്കുന്നില്ല, ഇതങ്ങ് കളയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിതുപോലെ കട്ട് ചെയ്തെടുക്കാം. തിരിച്ച് പിടിച്ചൊന്ന് ഒടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ പോരും. അതുപോലെ തന്നെ ഈ വലിയ കാലമാണെങ്കിലും ഇതുപോലെ തിരിച്ച് പിടിച്ച് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊക്കിയാൽ മതി, അപ്പോൾ തന്നെ കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഭാഗം മാറ്റാം. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല, അതെടുത്ത് മാറ്റാം. അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചിട്ട് നമ്മുടെ ഈ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചെടുക്കുക. ഈ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ പ്രസ് ചെയ്തൊന്ന് വലിച്ചെടുക്കുക. ഇതാ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇനി ഞണ്ട് നന്നാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫുള്ളായിട്ടാണ് കറി വയ്ക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ ഫുള്ളായിട്ട് തന്നെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, രണ്ടായിട്ടൊന്ന് മുറിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഒരു പിച്ചാത്തി എടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് വച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. കട്ട് ചെയ്തെടുക്കുന്നതിനേക്കായി മുന്നേ ആയിട്ട് 2-3 തവണ നമ്മൾ കഴുകിയതാണ്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം ഞണ്ടിട്ട് വെച്ചിരുന്നു. അപ്പോൾ അഴുക്കെല്ലാം പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഞണ്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.